സെക്കൻഡ് ലെയർ ദാറ്റ് ബ്ലോക്സ് ഹാപ്പിനെസ്. പുറമേ നിന്നുള്ള സെക്കൻഡ് ലെയർ, അതാണ് ലിമിറ്റിംഗ് ബിലീഫ്സ്. ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് ഫുള്ള് അൺകോൺഷ്യസ് റിലേറ്റഡ് കാര്യങ്ങളാണ്. നമ്മുടെ ഉപബോധ മനസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്കത് അറിയില്ല, നമ്മളതിനെക്കുറിച്ച് അവെയർ അല്ല. ഈ അൺകോൺഷ്യസ് മൈൻഡ് ആയതുകൊണ്ട് ഈ ബിലീഫ്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. നമ്മളതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലും പോകാറില്ല. നമസ്കാരം, ഞാൻ വിഷ്ണു നാരായൺ. വിഷ്4എക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. മനസ്സിനെ മനസ്സിലാക്കുക, പരിശീലിപ്പിക്കുക, അതിലൂടെ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്തുന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ചാനലാണിത്. ചില ബിലീഫ്സ്, അത് ചില വിശ്വാസങ്ങൾ നമ്മളെ ഒരു മൈൻഡ് വൈറസ് ആയിട്ട് കൂടി നമ്മുടെ ജോയിയെ സാപ്പ് ചെയ്യും, ജോയിയെ, നമ്മുടെ സന്തോഷത്തെ തകർത്ത് കളയുന്ന സാധനങ്ങളാണ്. നമ്മൾ ചില ടൂൾസ് ഡിസ്കസ് ചെയ്യാൻ, ടെക്നിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് കുറേയധികം എക്സാമ്പിൾസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റിംഗ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മാറ്റാനുള്ള ഏറ്റവും എളുപ്പവിദ്യ എന്ന് പറയുന്നത് നമ്മൾ അതിനെക്കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ്. അൺകോൺഷ്യസിൽ നമ്മൾ കോൺഷ്യസിലേക്ക് കൊണ്ടുവരും എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് അവെയർ ആകും, അത്രേ ഉള്ളൂ. ഒരു ഇരുട്ട് മുറിയിൽ ഒരു വിളക്ക് തെളിയിക്കുന്ന പോലെ തന്നെ ഒരിക്കലും നമ്മൾ ആ വിശ്വാസത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ബിലീഫ്സിനെ കുറിച്ച് അവെയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. വേറെ നല്ല വിശ്വാസങ്ങൾ അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങളുമായിട്ട് നമുക്കത് റീപ്ലേസ് ചെയ്ത് നമ്മുടെ ജോയിയെ കൊണ്ടുവരാൻ സാധിക്കും. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളെ ഹാപ്പി ആകുന്നതിന് സ്വയം ബ്ലോക്ക് ചെയ്യാറുണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സൊസൈറ്റിയിൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മിങ്കിൾ ചെയ്യുന്ന നെഗറ്റീവ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റവും കുറവ്, ദുരന്തം, പൊളിറ്റിക്കൽ ഇഷ്യൂസ്, നടക്കുന്ന സോഷ്യൽ ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെ മിങ്കിൾ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ ഷൂസിൽ നിന്നാണ് മിങ്കിൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി, നമ്മുടെ ജോലി മൂഡ് മാറ്റി, അവരുടെ മൂഡിൽ നിന്ന് അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാറി നമ്മൾ സ്വയം ഹാപ്പിനെസ്സിൽ കോംപ്രമൈസ് ചെയ്യാറുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചില ഫ്രേസസ് അല്ലെങ്കിൽ ബ്രെയിനിലുള്ള ചില വയറിങ് നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുകയാണ്. രാത്രി ചോറ് കഴിച്ചാൽ പാമ്പ് വരും, ചോറുണ്ടിട്ട് കൈ ഉണങ്ങിയ കല്യാണം താമസിക്കും, ഒരുപാട് ചിരിച്ചാൽ കരയും, അങ്ങനെ പലതും. അത് സിറ്റുവേഷണലായിരിക്കാം, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ആയിരിക്കാം, പഴഞ്ചൊല്ല് ആയിരിക്കാം, ചിലപ്പോൾ സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് വെച്ച് വേറെ എന്തൊക്കെയോ വെച്ച് പറയുന്നതായിരിക്കാം. ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾസ് ആയിട്ട് മാത്രം കണക്കാക്കുക. കാരണം ഇത് എൻ്റെ കുട്ടികൾ ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് ചോദിച്ചതായതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് മാത്രം, അതിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. പോയിന്റ് ഈസ്, നമ്മളതൊക്കെ ലിറ്ററലി എൻ്റെ കുട്ടികളെടുത്ത പോലെ ലിറ്ററലി നമ്മൾ എടുത്തിരുന്നെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? നൗ തിങ്ക്. നമ്മൾ ഞാൻ പറയാൻ പോണ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളോടോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോടോ ചോദിക്കുക. നമ്മൾ ക്ലയൻറ്റോ ഫ്രണ്ട്സോ ആരാണല്ലോ അവരോട് ചോദിക്കുക. പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ടിൻ്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. PDF ആയിട്ട് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാം. അതാണ് ബെസ്റ്റ് വേ. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുക, സ്വയം അനലൈസ് ചെയ്യുക. ആദ്യത്തേത്, മണി ഈസ് എ റൂട്ട് കോസ് ഓഫ് ഇവിൽ. എല്ലാ തിന്മകളുടെയും മൂലകാരണം പണമാണ്. ആ ചൊല്ലുണ്ടായിരിക്കുന്നതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത്, പണം സന്തോഷം നൽകുന്നില്ല, അത് നിങ്ങളെ ദുഷിപ്പിക്കും. അതാണ് അതിൻ്റെ ഗുഡ് ഇൻറ്റൻഷൻ വന്നിരിക്കുന്നത്. അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഒരു ഫിയർ, അല്ലെ അതിനോട് അസോസിയേറ്റ് വരുന്ന ഒരു കണ്ടീഷൻ ആയിട്ടുള്ളൊരു പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണവും നെഗറ്റിവിറ്റിയും തമ്മിലൊരു ബന്ധം നമ്മുടെ ഉള്ളിൽ സബ് കോൺഷ്യസിൽ തോന്നും. പണം നമ്മളെ മോശമുള്ളൊരു വ്യക്തിയാണെന്ന്, മോശമുള്ളൊരു വ്യക്തിയാക്കുമെന്ന് നമ്മളങ്ങ് വിശ്വസിക്കും. ഈ ഒരു ഫിയർ നമുക്ക് കുറേ ലിമിറ്റ്സ് ഉണ്ടാകും, കുറേ പൊട്ടൻഷ്യൽ ലിമിറ്റ്സ് നമുക്ക് ഉണ്ടാക്കിത്തരും. പണം ഉണ്ടായാൽ കിട്ടുന്ന ഈ നെഗറ്റീവ് ക്വാളിറ്റീസ് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തിക വിജയം ആഗ്രഹിച്ച് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും വേണ്ടെന്ന് വെച്ചേക്കാം. നമ്മളെ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ, മണി ഡസൻ ഗ്രോ ഓൺ ട്രീസ്. പണം മരത്തിലല്ല കായ്ക്കുന്നത്. ഈ ചൊല്ലി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇതിൻ്റെ നല്ല ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ പണം ബുദ്ധിപരമായി ചിലവഴിക്കുക എന്നാണ്. ഇതിനെ അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഇതിൻ്റെ കൂടെ വരുന്ന നമ്മുടെ ഉള്ളിൽ കുറഞ്ഞുകൂടുന്ന ഒരു ഭയം എന്ന് പറയുന്നത് ദാരിദ്ര്യം അല്ലെങ്കിൽ പണത്തിനോടുള്ള ക്ഷാമം, അല്ലെ പണം സമ്പാദിക്കാൻ അല്ലെങ്കിൽ കിട്ടാൻ വളരെ പ്രയാസമാണെന്നുള്ളൊരു തോന്നലാണ്. ഇവിടെ ഭയം എന്ന് പറയുന്നത് എന്താണ്? ഈ ഭയം നമുക്കുണ്ടാകുന്ന ലിമിറ്റ്സ് എന്താണ്? പണം എന്ന് പറയുന്നത് നമ്മുടെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളിൽ ഒരു ഘടകം പണമാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്ന് നമുക്കത്ര വിശ്വാസം വരില്ല. അതിനാൽ പണം ഒരു ഫാക്ടറായിട്ടുള്ള ഒരു ആഗ്രഹം നമുക്കുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് പുറകെ പോകാതിരിക്കും. പിന്നിട്ട വഴികൾ മറക്കരുത്. മൂന്നാമത്, അതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരു ദിവസം ഉപകാരം ആയേക്കാവുന്ന ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധം നമ്മൾ എപ്പോഴും നിലനിർത്തുക എന്നാണ്.
പക്ഷേ ഇതിനെ അസോസിയേറ്റ് ചെയ്ത് നമുക്കൊരു ഭയം വരുന്നുണ്ട്. എന്താണ് ആ ഭയം? നിങ്ങൾക്കൊരു കാര്യം ശരിയാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മോശമാകുമോ, ആ ബന്ധം മുറിഞ്ഞു പോകുമോ എന്നൊക്കെയുള്ള തോന്നൽ കാരണം ആ കാര്യം ചെയ്യാതിരിക്കുക. ഇത് നമ്മൾ ലിറ്ററലി ആ ഫ്രേസ് എടുത്തു കഴിയുമ്പോൾ വരുന്ന ഭയമാണ്. ആ ഭയം നമുക്ക് വീണ്ടും അതിനും ഒരു ലിമിറ്റ് ഉണ്ടാക്കും. ആ ലിമിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറ്റബോധമോ ഭയമോ ഒക്കെ കൊണ്ട് നമ്മളൊരവസരം ഉപയോഗിക്കാതിരിക്കുക. ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാതിരിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ പേടി കാരണം ചെയ്യാതിരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുകൊണ്ടുണ്ടാകുന്നത്. അടുത്ത ഫ്രേസ് നോ പെയിൻ നോ ഗെയിൻ. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. കുരിശില്ലാതെ കിരീടമില്ല എന്ന് മലയാളത്തിൽ പറയും. ഇതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ലിറ്ററലി അല്ലാതെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പോസിറ്റീവ് നമുക്ക് ഇമ്പാക്റ്റ് നമുക്ക് എടുക്കാൻ പറ്റുന്നു, കഷ്ടപ്പാടിന് ഫലം കാണുമെന്നുള്ളതാണ്. പക്ഷേ ഇത് ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം വരും. എന്താണ് നമ്മുടെ സബ് കോൺഷ്യസിൽ വരുന്ന ഭയം? വിജയിക്കണമെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിക്കണം. ആ വിശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലിമിറ്റാണ് വരുന്നത്. എന്താണ് ആ ലിമിറ്റ്? ഒരുപാട് വിഷമതകൾ വന്നെങ്കിലോ എന്ന് കരുതി നമ്മൾ ആഗ്രഹങ്ങൾ നേടാനോ വിജയിക്കാനോ പോകാതിരിക്കും. നമ്മൾ കൂടുതൽ റിസ്ക്കോ ഇതൊന്നും ജീവിതത്തിൽ കാൽക്കുലേറ്റഡ് റിസ്ക് ജീവിതത്തിൽ എടുക്കാതിരിക്കും. അടുത്തത് ലൈഫ് ഈസ് ഹാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം യാതനകൾ നിറഞ്ഞതാണ്. കേൾക്കുമ്പോഴേ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് നമുക്ക് വരുന്നത്. പക്ഷേ അതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് വേദനയും പോരാട്ടവും ദുഃഖവും ഒക്കെ ജീവിതത്തിൻ്റെ സാധാരണ ഭാഗങ്ങളാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ ഇതും നമുക്കുള്ളിലൊരു ഫിയർ തരും. ജീവിതത്തിൽ നമുക്ക് ആശ്വാസമോ സന്തോഷമോ അനുഭവപ്പെടുന്ന ഒരു പ്രതീക്ഷയുമില്ല എന്നൊരു ഭയം നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്തു വരും. ഇതുകൊണ്ട് വീണ്ടും നമുക്കൊരു ലിമിറ്റ് ഉണ്ടായി പോവുകയാണ്. ജീവിതത്തിൽ നിരാശയും പ്രതീക്ഷയില്ലായ്മയൊക്കെ തോന്നിപ്പോകുന്നു. അനാവശ്യ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും എല്ലാം അംഗീകരിക്കണം. കാരണം അത് ജീവിതത്തിൽ സാധാരണയാണെന്നുള്ളൊരു വിശ്വാസം നമ്മളുള്ളിൽ ഉണ്ടായി പോകുന്നു. അങ്ങനെ നമ്മൾ ഡൗൺ ആകുന്നു. പിന്നെ നമ്മൾ വളരെയധികം കേട്ടിരിക്കുന്ന ഒരു ചൊല്ലം പറയുന്നത് അച്ഛനെയും അമ്മയും അധ്യാപകരെയും ഭയഭക്തി ബഹുമാനങ്ങളോടെ കാണണം. നല്ലതാണ്. നല്ല ഉദ്ദേശം. അതിൻ്റെ നല്ല ഉദ്ദേശവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും ബഹുമാനത്തോടെ പെരുമാറുകയും അവരോട് നന്ദിയും കടപ്പാടും ഒക്കെ ഉള്ളവരായിരിക്കുകയും വേണം എന്ന് മാത്രമേ ഉള്ളൂ ആ ചൊല്ലിൻ്റെ അർത്ഥം. പക്ഷേ ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് എന്താ വരുന്നത്? ഒരു കൺസേൺ ഫിയർ എന്താ വരാൻ പോണത്? ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടി നമ്മൾ വരുന്നൊരു സാഹചര്യ ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്താൽ നിങ്ങളുടെ മാതാപിതാക്കളോ ഗുരുക്കന്മാരോ നിരാശപ്പെടുമോ, അവർ നിങ്ങളെ നിരാകരിക്കുമോ എന്നുള്ള ഓവർ ആങ്സൈറ്റി, അമിതമായ ഉത്കണ്ഠ നമ്മുടെ ഉള്ളിലുണ്ടാകുന്നു. അത് നമുക്ക് വീണ്ടും ലിമിറ്റ് ഉണ്ടാക്കി തരികയാണ്. നിങ്ങളുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ ഗുരുക്കന്മാർ നമ്മളെ അംഗീകരിച്ചേക്കില്ല, അല്ലെങ്കിൽ മുതിർന്നവർ നമ്മളെ അംഗീകരിക്കില്ല എന്ന കാരണത്താൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കുക. നമ്മൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പ്രസൻറ്റ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ആരാണെന്നുള്ള വ്യക്തിത്വം വേണ്ട എന്ന് വെച്ച് ജീവിക്കുക. അങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കും അതുകൊണ്ട് നയിക്കും. അടുത്ത് ജീവിതം പട്ടുമെത്തയല്ല. സാധാരണമായി കേൾക്കുന്നൊരു നാടൻ ശൈലിയാണത്. ഇതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ അന്യായമായി തോന്നാമെങ്കിലും അത് കുഴപ്പമില്ല, ഇവഞ്ച്വലി ശരിയാകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് നമ്മൾ ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നെഗറ്റീവ് തോട്ട്സ് തന്നെ നമ്മുടെ മനസ്സിൽ വന്ന് നിറയും. ഈ ലോകത്ത് നമ്മൾ അർഹിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ലഭിക്കില്ല, ലോകം നന്നല്ല എന്നുള്ള തോട്ട്സാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്ന ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സബ് കോൺഷ്യസിൽ ഫീഡാകുന്നു. ഈ സബ് കോൺഷ്യസ് ഫീഡിൽ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ലിമിറ്റ് എന്താണ്? ചെയ്യുന്നതൊന്നും നല്ലതല്ല, നല്ല ഫലം കാണില്ല എന്ന തോന്നൽ നമ്മൾ ഒരുപാട് നിരാശയിൽ കൊണ്ടെത്തിക്കും. ക്ഷമ ആട്ടിൻ സൂപ്പിൻ്റെ ഗുണം ചെയ്യും. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ്. ഇത് നല്ലതാണ് നമ്മൾ വിചാരിച്ചാലും ഇതിൻ്റെ നല്ല ഉദ്ദേശം പറയുന്നത് ക്ഷമ ആവശ്യമാണ്, കാത്തിരിപ്പിന് ഫലമുണ്ടാകും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ അവിടെയും നമ്മുടെ സബ് കോൺഷ്യസ് നെഗറ്റീവ് കാര്യങ്ങൾ വഹിക്കാൻ സാധ്യതയുണ്ട്. എന്താണ്? നമ്മളൊരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അത് ലഭിക്കാൻ വളരെയധികം കാലം കാത്തിരിക്കണം. അതാണ് നമ്മുടെ ഉള്ളിൽ കയറുന്ന ഒരു നെഗറ്റീവ്. ആ നെഗറ്റിവിറ്റി നമ്മുടെ സബ് കോൺഷ്യസിൽ ആ നെഗറ്റിവിറ്റി നമുക്കൊരു ലിമിറ്റ് തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ്. എന്താണ് ആ ലിമിറ്റ്? നല്ല ഫലം വരാൻ വളരെ സമയമെടുക്കും എന്നുള്ള തോന്നൽ മനസ്സിൽ വരികയും അക്ഷമയുടെ ഒരു വികാരം പതുക്കെ നമ്മുടെ മനസ്സിലുണ്ടാകുകയും ചെയ്യും. നീ വിതച്ചത് നീ കൊയ്യും. വേറൊരു ഫ്രേസാണ് നമ്മൾ കേട്ടിരിക്കുന്നത്. ഈ ഫ്രേസസ് എല്ലാം നിങ്ങൾ എഴുതി വെക്കേണ്ടതാണ്. ഈ ഫ്രേസസ് എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടതാണ്. ഇത് കോമൺ ഫ്രേസസ് മാത്രമേ എടുത്തുള്ളൂ. ഈ ഫ്രേസിൻ്റെ നല്ല ഉദ്ദേശം പറയുന്നത് ഫലം ലഭിക്കാൻ പരിശ്രമം വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ ഭയം, റിലേറ്റഡ് അസോസിയേറ്റഡ് വരുന്ന ഭയം എന്താണ്? ഏത് പ്രതിഫലത്തിലും യോഗ്യനാകാൻ വേണ്ടി നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടി വരും. ഈ ഭയം നമുക്കിനി എങ്ങനെ ലിമിറ്റ് ഉണ്ടാക്കി തരുന്നു? സ്വയം യോഗ്യനല്ല എന്നുള്ള തോന്നൽ കാരണം നമ്മൾ പല അവസരങ്ങൾ
സ്വീകരിക്കില്ല. അല്ലെങ്കിൽ എളുപ്പത്തിൽ ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് നമ്മൾ സ്വയം ശിക്ഷിക്കും. അത് നമുക്ക് ഡിസേർവിംഗ് അല്ലെന്ന് പറഞ്ഞ് ഒരു പക്ഷേ നമ്മൾ തിരസ്കരിച്ചെന്നും വരാം. അടുത്തത് മൗനം വിദ്വാന ഭൂഷണം. ഇതിൻ്റെ നല്ല ഉദ്ദേശം എന്ന് പറയുന്നത് തടസ്സപ്പെടുത്താതെ ഒരു മര്യാദ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ലിറ്ററലി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന കണ്ടീഷൻഡ് ഫിയർ എന്താണ്? മറ്റുള്ളവരെ സമീപിക്കാനോ സംസാരിക്കാനോ ഉള്ള ഭയം. ഈ ഭയം ഉണ്ടാക്കുന്ന ലിമിറ്റ് എന്താണ്? നിങ്ങൾ ആധികാരികമായി ചെയ്യേണ്ട കാര്യമോ, നയിക്കേണ്ട കാര്യമോ, ലീഡർഷിപ്പ് റോളിൽ നിങ്ങൾ നയിക്കേണ്ട കാര്യമോ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുകയോ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്നതിന് വേണ്ടി നിലകൊള്ളുകയോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുകയോ പ്രവർത്തിക്കേണ്ടയോ ആയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഒരു സാഹചര്യം നമ്മൾ ഒഴിവാക്കി കളയും. ഈ പഴഞ്ചൊല്ലുകൾ മാത്രം, ഇത്ര ഒരു എക്സാമ്പിൾസ് ആയിട്ട് കൂട്ടിയാൽ മതി. ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട്സും തന്നിട്ടുണ്ട്. ഈ പഴഞ്ചൊല്ലുകൾ മാത്രമല്ല, ഒന്നേ ഉള്ളെങ്കിൽ ഒലക്കിക്ക് തല്ലണം, പെൺകുട്ടികളായ അടക്കവും ഒതുക്കവും വേണം, ആൺകുട്ടികൾ കരയാൻ പാടില്ല, അങ്ങനെ പലതും നമ്മൾ കേട്ടിട്ടുള്ള പലതും നമ്മളെ പുറകോട്ട് പിടിച്ച് വലിച്ചേക്കാം. അത് നമ്മുടെ അൺകോൺഷ്യസിൽ ഫീഡാകപ്പെട്ടിരിക്കുന്ന ബിലീഫുകളാണ്. ആ ബിലീഫിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പുറത്തു കൊടുക്കാനുള്ള കാര്യമാകും. ഇത് എല്ലാ തവണയും ഇത് ഒരേ കേസ് ആകണമെന്നില്ല. ഇത് എന്താ പറയുക, നമ്മുടെ സമയം അനുസരിച്ചും നമ്മുടെ ഏജ് അനുസരിച്ചും മച്യൂരിറ്റി അനുസരിച്ചും ബയാസ് അനുസരിച്ചും ഒക്കെ ഇത് മാറി മറിഞ്ഞിരിക്കും. ഈ ബിലീഫ്സ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയയും മൂവീസും ഒക്കെ ഒരുപാടധികം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളിപ്പോൾ ചെയ്യേണ്ട താഴെ കമൻറ്റ് ചെയ്യുക, ഇതിലേതൊക്കെ ഫ്രേസസ് ആണ് നിങ്ങൾ ബിലീവ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ കണ്ടീഷൻഡ് ഫിയേഴ്സാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്, ഏതൊക്കെയാണ് നിങ്ങൾ അതേപടി ലിറ്ററലി എടുത്തിരുന്നത്, ഏതൊക്കെയാണ് നിങ്ങളുടെ ലിമിറ്റ്സ് എന്ന് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുന്നതാണ് ബാക്കിയുള്ളവർ കൂടെ കാണാൻ സൗകര്യമായി. നമ്മളിത് എക്സർസൈസ് ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സ്വയം ചോദിക്കുക, അല്ലെങ്കിൽ ക്ലയൻറ്റിലെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് വീണ്ടും പ്രിൻ്റ് ഔട്ട് അല്ലെങ്കിൽ പേപ്പർ എടുത്തുകൊണ്ട് പോകുക. ഇതിൻ്റെയും പ്രിൻ്റ് ഔട്ട് താഴെ കൊടുത്തേക്കുക. നമ്മളിനി ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്, നമുക്കിനി അവരെ അതിന് പുറത്ത് കിടത്തണ്ടേ, ഇനി നമുക്ക് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളിൽ, ഈ നമ്മളിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പ്രിൻ്റ് ഔട്ടിലുണ്ടായിരുന്നതിൽ നമ്മൾ വിശ്വസിക്കാൻ നിർബന്ധിതനായത് ഏതൊക്കെ ഫ്രേസസിലാണ്, വേറെ ഏത് ചൊല്ലുകളാണ് നിങ്ങളെ സ്വാധീനിച്ചത്? അടുത്ത ചോദ്യം നമ്മൾ ചോദിക്കാനുള്ളത്, ഡു യു ബിലീവ് ദേ ആർ ഓൾ ട്രൂ? ഇതെല്ലാം സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അടുത്ത ചോദ്യം ചോദിക്കാവുന്ന, ഇതുകൊണ്ട് ഈ ചൊല്ലുകളിൽ നിന്നും എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് രൂപപ്പെട്ട ഒരു പേടി അതെന്തൊക്കെയാണ്? ഇതെല്ലാം ലിസ്റ്റ് ഡൗൺ ചെയ്ത് ഇതെല്ലാം അവർ എഴുതണം, ആലോചിച്ച് എഴുതണം. ഒരു ദിവസം കൊണ്ട് നടന്നെങ്കിൽ പല ദിവസം കൊണ്ടായാലും കുഴപ്പമില്ല, നിങ്ങളായാലും അവരായാലും എഴുതണം. എന്നാലേ കൂടുതൽ ചിന്തിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങളെ ഇതുപോലുള്ള ഉക്തികൾ എങ്ങനെ നിയന്ത്രിച്ചു? വേറെ ബിലീഫ്സ് എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? ഏതൊക്കെ ബിലീഫ്സ് കൊണ്ട് നിങ്ങൾ സന്തുഷ്ടരായിട്ടുണ്ട്? എങ്ങനെ അതുകൊണ്ട് സന്തുഷ്ടരായി? ഇപ്പം ഉള്ളതിന് പകരം, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞതിനോ പകരം നിങ്ങൾ ആഗ്രഹിക്കുന്ന പുതിയ വിശ്വാസങ്ങൾ അത് ഏതൊക്കെയാണ്? ഈ ബിലീഫ്സ് എന്നൊക്കെ പറയുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു ടിൻറ്റഡ് ഗ്ലാസ് പോലെയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ കൂടെ മാത്രമേ കാണുകയുള്ളൂ. ആ ബിലീഫ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ കൂടെ മാത്രമേ ലോകം കാണുകയുള്ളൂ. അതിൽ നിന്ന് മാറി വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോകും. ഇവിടെ ഇപ്പം സൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ടുള്ള ബിലീഫ്സാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇംപ്രവൈസേഷൻ അനുസരിച്ച് നിങ്ങളുടെ സിറ്റുവേഷനിൽ നിന്നോ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സിറ്റുവേഷനിൽ നിന്നോ ക്ലയൻറ്റിൻ്റെ സംസാരത്തിൽ നിന്നോ വൺ ടു വൺ നടത്തുന്നതിൽ നിന്നോ കൂടുതൽ അനാലിസിസ് നടത്താൻ നിങ്ങൾക്ക് കൂടുതൽ ഇതൊക്കെ ഇതിനകത്ത് കൂട്ടാവുന്നതാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ബേസിക് മിനിമം നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചോദിച്ച് പോവുക. ഇനി ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ബെസ്റ്റ് വാക്ക് എന്ന് പറയുന്നത്, ബെസ്റ്റ് വേ എന്ന് പറയുന്നത്, ഷുഡ് എന്ന് പറയുന്ന വാക്ക് മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റുക. ഷുഡ് എന്ന് പറയുന്നത് വേറൊരാൾ നമ്മുടെ മനസ്സിൽ പ്ലാന്റ് ചെയ്ത ഒരു ഐഡിയയുടെ പ്രതിഫലനം മാത്രമാണ്. ഒരുപാട് പ്രാക്ടീസും ഇൻട്രോസ്പെക്ഷൻസും ഒക്കെ നടത്തിയാലേ സാധിക്കുള്ളൂ. അതൊരു എക്സർസൈസ് ആയിട്ട് കൂട്ടുക. ഈ ഷുഡ് നമ്മൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയുക. ഷുഡ് ബാക്കിയുള്ളവർക്ക് ഇമ്പോസ് ചെയ്യാതെ ഇരിക്കുക. വേറൊരു ടിപ്പ്, ഹാവ് ടു എന്നുള്ളത് മാറ്റി ഗെറ്റ് ടു എന്ന് മാറ്റുക. എനിക്ക് വേണം എന്നുള്ളത് മാറ്റി എനിക്കുണ്ട് എന്നുള്ള രീതിയിലാക്കുക. ഹാവ് ടു മാറ്റി ഗെറ്റ് ടു ആക്കുക. അതൊരു ബിലീഫ് സിസ്റ്റമാണ്. ഹാവ് ടു എന്ന് പറയുന്നൊരു ബിലീഫ് സിസ്റ്റമാണ്. ഐ ഹാവ് ടു ഗോ ടു വർക്ക്, അതൊരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ്. എനിക്ക് ജോലിക്ക് പോകണം. ഐ ഗെറ്റ് ടു ഗോ ടു വർക്ക്, ഐ ഗെറ്റ് ടു ഗോ ഫോർ വർക്ക്. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ്. ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് നമുക്ക് തരുന്നത്. എനിക്ക് ജോലിക്ക് പോകാൻ സാധിക്കും, എനിക്ക് ജോലിക്ക് പോകാനുള്ള കഴിവുണ്ട്, എനിക്ക് എബിലിറ്റി ഉണ്ട്, എനിക്ക് അതിനുള്ള സ്കില്ലുകളുണ്ട്, എനിക്ക് അതിനുള്ള ഹെൽത്ത് ഉണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അത് സാധിക്കുന്നില്ല. അങ്ങനെ ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവാണ് തരുന്നത്. ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിനോടും പറയാൻ ചെയ്യാൻ ഹാവ് ടു മാറ്റി ഗെറ്റ് ടു ആക്കുന്ന 10 കാര്യങ്ങൾ എഴുതാൻ പറയുക. നമ്മൾ ഈ ലെയറിനെ കുറിച്ച് ഒരു വീഡിയോയിലും കൂടെ സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ലെയർ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പഠിക്കാനും ചെയ്യാനും ഉണ്ട്.
എല്ലാം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക. ഡൗൺലോഡ്സ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് എടുത്തിട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റായിട്ട് ചെയ്യുക. സോ until we meet next time with another video, stay happy, keep smiling, bye bye. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും പരിഗണിക്കുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അവരും കൂടെ സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് വൈറസ് ഫ്രീ, ടോക്സിക് ഫ്രീ പോസിറ്റിവിറ്റി കൂടുതൽ സ്പ്രെഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ എല്ലാ ഇനിഷ്യേറ്റീവ്സും പ്ലേലിസ്റ്റായിട്ട് ഈ ചാനലിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യുക.